ഈ ഒരു സമയം നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടുന്നതാണ്. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നും നാളെ ആഖിറത്തിൽ വലിയതാകുന്ന വിചാരണ നമുക്കെല്ലാവർക്കും നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ബോധം വിശ്വാസികളാകുന്ന നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് നൽകിയിട്ടുള്ള ജീവിത ഘട്ടങ്ങൾ 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്നാണ് ആ ലോകത്തിന്റെ വിളിപ്പേര്. അറബിയിൽ ആലമുൽ അർവാഹി എന്ന് പറയും, ആത്മാക്കളുടെ ലോകമെന്ന് മലയാളത്തിൽ അതിന് പേര് പറയും. അഥവാ നമ്മൾ ഇന്ന് ഈ കാണുന്ന ബോഡിയില്ലാതെ, ജസദില്ലാതെ, ശരീരമില്ലാതെ ഈ ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരടക്കം കഴിഞ്ഞുപോയതാകുന്ന ജനവിഭാഗങ്ങളുടെയും വരാനിരിക്കുന്നതാകുന്ന ജനങ്ങളുടെയും എല്ലാവരുടെയും ആത്മാവിനെ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ആ ആത്മാക്കളോടായി, ശരീരമില്ലാത്ത മനുഷ്യന്റെ റൂഹുകളോടായി, അർവാഹുകളോടായി ചില കരാറുകളും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യന്റെ 5 ജീവിത ഘട്ടങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ഘട്ടം അതായിരുന്നു. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ, മാനവ, ഈ ലോകത്തേക്ക് നീ കടന്നു വരുന്നതിന് മുമ്പ് നിനക്കൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്നാം ഘട്ട ജീവിതമാണത്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണത്. ഈ ലോകത്തേക്ക് കടന്നു വന്ന മാനവ, നിന്റെയും നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന ജനവിഭാഗങ്ങളുടെയും വരാനിരിക്കുന്ന ജനകോടികളുടെയും, അത് നിരീശ്വരവാദികളാകട്ടെ, യുക്തിവാദികളാകട്ടെ, മുസ്ലിം ആകട്ടെ, അമുസ്ലിം ആകട്ടെ, എല്ലാവരുടെയും ആത്മാവിനെ അള്ളാഹു അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആ ആത്മാക്കളോടായി അള്ളാഹു ചില കരാറുകൾ ചെയ്യുകയാണ്. ഇത് ആലമുൽ അർവാഹാണ്, ആത്മാക്കളുടെ ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാ, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ. എല്ലാ ആത്മാക്കളും ഒന്നടങ്കം സമ്മതിക്കുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. അല്ലാഹ് അൻത റബ്ബുനാ വ ഇലാഹുനാ. എല്ലാ ആത്മാക്കളും റബ്ബിനോട് സമ്മതം മൂളുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീയാണ് സർവാധിപതി അല്ലാഹ്. എല്ലാവരും സമ്മതം മൂളിയതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന ആളുകൾ മുസ്ലിം മാത്രമല്ല, അമുസ്ലിമീങ്ങളല്ല, നിരീശ്വരവാദികൾ മാത്രമല്ല, എല്ലാവരും, യുക്തിവാദികളടക്കം എല്ലാവരുടെയും ആത്മാക്കൾ മാത്രം, ശരീരമില്ലാതെ അർവാഹുകൾ മാത്രമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ വെച്ച് അള്ളാഹു റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട് സമ്മതം മൂളി എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു ജീവിതം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അപ്പൊ ഒന്നാമത്തെ ഘട്ടം അതാണ്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം അതാണ്. ആത്മാക്കളുടെ ലോകം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها ائتلفا وما تناكر منها يختلفا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആത്മാക്കൾ വ്യത്യസ്ത രൂപമാണ്, ഭാവമാ. ഒന്നാം ജീവിതത്തെ പറ്റി, ആലമുൽ അർവാഹിനെ പറ്റി ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുകയാണ്. ഫമാ തആറഫ മിൻഹാ യതലഫാ. ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കാത്തതായ ആത്മാക്കൾ ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ അവിടെ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ മാത്രമേ ഈ ദുന്യാവാകുന്ന ഇപ്പോൾ വസിക്കുന്ന ഈ ലോകം, ഇത് രണ്ടാം ഘട്ട ജീവിതമാണ്, ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ, ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടാത്തവർ ഈ ദുന്യാവിന്റെ ഒരു കോണിലും വെച്ച് ജീവിതത്തിൽ കണ്ടുമുട്ടുകയില്ല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ ദുന്യാവിൽ നിങ്ങൾ ആരെയൊക്കെ ദുന്യാവിൽ പരിചയപ്പെടുന്നവരുണ്ടോ? കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശത്തേക്ക്, മധ്യപ്രദേശത്തേക്ക്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെയൊക്കെ കണ്ടുമുട്ടുന്നതാകുന്ന ജനങ്ങളെയൊക്കെ തന്നെ നിങ്ങൾ ആത്മാക്കളായിരിക്കവേ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ഒന്നാം ഘട്ട ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഒരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് വിശ്വസിച്ചേ പറ്റൂ. മോമിനീങ്ങളെ മനസ്സിലാക്കിക്കോ. നമ്മൾ ചിലപ്പോൾ പറയാൻ പോയില്ലേ, ചിലപ്പോൾ പറയും എൻ്റെ മുമ്പത്തെ ജീവിതം, മുൻകാലഘട്ട ജീവിതം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഒന്നാം ഘട്ട ജീവിതം ആത്മാക്കൾ മാത്രമായിരുന്നു, ശരീരം ഇല്ലാതെ റൂഹുകൾ മാത്രം. എത്ര കൊല്ലം അവിടെ ജീവിച്ചിട്ടുണ്ട്? 1000 വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ നമ്മൾ ജീവിച്ചത് ഒരുപാടുണ്ട്. ഹദീസായത്ത് ധാരാളം പറയാണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പോവാണ്. وَإِذَا أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഒന്നാം ഘട്ട ജീവിതത്തെ വിശാലമായി ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ ആത്മാവിനെ ഒരുമിച്ച് കൂട്ടിയതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ളതായ 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെ അല്ലാഹു അവന്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ഇതെന്തായി പറയുന്നത്? ഒന്നാം ഘട്ട ജീവിതത്തെ പറ്റി ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ, അങ്ങനത്തെ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്നുകൂടി സ്ഥിരപ്പെടുത്താൻ പറഞ്ഞതാണ്.
ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെയുള്ളതാകുന്ന 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെയും അള്ളാഹുവിന്റെ തിരുഹളറത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ആത്മാക്കളോടായി ചില കരാറുകൾ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയാ. ഞാൻ എന്തിനാ ഈ ആയത്ത് ഓതുന്നത്? എന്തിനാ? ആത്മാക്കളുടെ ലോകമുണ്ട് എന്നുള്ളത് വിശ്വാസം ഉറപ്പിച്ചോ. കാരണം ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. അവിശ്വസിച്ചാൽ കാഫിറാകും. അള്ളാഹു കാക്കട്ടെ. മുഹമ്മദ് നബി അടക്കം 1,24,000 പേർ. മുഹമ്മദ് നബി ഒഴികെയാകുമ്പോ 1,23,999 അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് എന്താ അവരോട് പറയുന്നത്? നിങ്ങൾ ഇസ്ലാമികമാകുന്ന പ്രബോധനവുമായി നിങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ മുഖേന തൗറാത്തും ഇഞ്ചീലും സബൂറും 100 ഏടുകളും അടക്കം ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കിടയിലേക്ക് എന്റെ പ്രവാചകനാകുന്ന പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അവസാനത്തെ പ്രവാചകന് കടന്നു വന്നാൽ നിങ്ങളുടെ കൈവശമുള്ളതാകുന്ന വിശുദ്ധമായ ഖുർആൻ, നിങ്ങളുടെ കൈവശമുള്ളതാകുന്ന ഗ്രന്ഥങ്ങളെ വാസ്തവീകരിക്കലോടുകൂടി, അത് സത്യസന്ധമാണെന്ന് അംഗീകരിക്കലോടുകൂടി അദ്ദേഹം കടന്നു വന്നാൽ നിങ്ങളുടെ പ്രബോധന ദൗത്യം നിർത്തി അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യണം. അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് സമ്മതമാണോ? കാല അഖറർതും, നിങ്ങൾ അംഗീകരിച്ചോ എന്ന് അല്ലാഹു ചോദിക്കുക. ആരോട് ചോദിച്ചു? മലക്കുകളുടെ എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളോടും അല്ലാഹു ചോദിക്കുക. ഖാലോ അഖറർനാ, എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളും സമ്മതം മൂളുകയാണ്. ഞങ്ങൾ സമ്മതിച്ചുറപ്പേ. ഞങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കവേ മുഹമ്മദ് എന്ന പ്രവാചകർ കടന്നു വന്നാൽ ആ മുഹമ്മദ് നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയും ചെയ്യാം. ഈ കരാറ് അള്ളാഹു നടത്തിയത് അമ്പിയാക്കളോട്, ഈ കരാർ അള്ളാഹു ഇട്ടത് എവിടെ വെച്ചാണ്? 1ാം ഘട്ട ജീവിതമായ ആലമുൽ അർവാഹിൽ വെച്ചാണ്. അത് പറയാൻ വേണ്ടി ഈ ആയത്തും ഈ സംഭവം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് വിശ്വാസം ഉറപ്പിച്ചോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയും. നമ്മുടെ ആത്മാക്കള് വൈകിട്ട് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഇപ്പൊ ചിലപ്പോ ഈ വാതിനൊക്കെ വന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ചിലരൊന്ന് കുറുക്കുമ്പോൾ അവർ മനസ്സിലാക്കിക്കോ, ആത്മാവ് നേരെ എവിടെ പോകുന്നുണ്ട്? അർശിന്റെ അടുക്കൽ എത്തുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് എവിടെ പോകും? അള്ളാഹുവിന്റെ തിരുഹളറത്തിലെത്തും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിന്റെ വിവക്ഷയിൽ അല്ലാഹു മുഫസ്സിരീങ്ങൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മനുഷ്യ മാനവാ, നീ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നുണ്ടത്രേ. ഓരോ മനുഷ്യരും ഉറങ്ങുന്ന വേളയിൽ അവന്റെ ആത്മാവ് അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഫതുമറു അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ തിരുസവിധത്തിൽ ആത്മാവിനോട് സുജൂദ് ചെയ്യേ. രാത്രിയിൽ ഉറങ്ങുന്ന വേളയിൽ വുളൂ ചെയ്തുകൊണ്ട് ഉറങ്ങുന്നതായ ചെറുപ്പക്കാരനാണോ, ശുദ്ധീകരിച്ചുകൊണ്ട് ശുദ്ധിയോടുകൂടി ഉറങ്ങുന്നതായ സഹോദരിയാണോ, തീർച്ചയായിട്ടും അവരുടെ ആത്മാവ് അർശിന്റെ അടുക്കലെത്തി സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ നമ്മുടെ ആത്മാക്കൾ സുജൂദ് ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
വഇല്ലം യകുൻ ബാത ത്വാഹിറാ, രാത്രി ഉറങ്ങുന്ന വേളയിൽ ശുദ്ധിയില്ലാതെ വുളൂ ചെയ്യാതെ കുളിക്കാതെ നനയ്ക്കാതെയാണ് ഉറങ്ങുന്നത് എങ്കിൽ ലം യസ്ജുദ് ബൈന യദയില്ലാ, സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ എല്ലാ രാത്രിയിലും വുളൂ ചെയ്ത് കിടക്കണം. എന്തുകൊണ്ട്? ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് എവിടെയാണ്? അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കലാണ്. അള്ളാഹു പിടിച്ചു വെക്കുന്ന അള്ളാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലത്തി ലം തമുതു ഫീ മനാമിഹാ ഫയുംസികുല്ലത്തി ഖലാ അലൈഹൽ മൗത്ത്. മരണം അള്ളാഹു സ്ഥിരീകരിച്ചവരുടെ ആത്മാവിനെ പിന്നെ തിരിച്ചു കൊടുക്കൂല, അത് പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖറ, ഉറക്കിൽ നിന്ന് ചില ആളുകൾ എഴുന്നേക്കും, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, കുറച്ചുകൂടി ജീവിക്കണമെന്ന് കരുതിയവരാ, അവർക്ക് അള്ളാഹു ആയുസ്സിന് തിരിച്ചിട്ട് കൊടുക്കും. ഇല അജലിം മുസമ്മ, അടുത്തൊരു സമയം വരെ എന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട്. അത് പറയാനാണ് ഞാൻ ഇപ്പൊ ഇത്ര ആയത്തുകൾ ഓതിയത്. എന്തിനാണിത് പറഞ്ഞത്? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം എന്ന ഒരു ലോകം ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിനെ അവിശ്വസിക്കാൻ പറയാൻ പാടില്ല. ഖുർആനിലെ ആയത്തുകളാണ്. മോമിൻ എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യതയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണല്ലോ, അവനാണ് മോമിൻ, അവനാണ് മുത്തഖി, അല്ലെ? സ്വർഗം കണ്ടവരാണോ നമ്മൾ? കണ്ടിട്ടുണ്ടോ? നരകം കണ്ടിട്ടുണ്ടോ? സിറാത്ത് പാലം കണ്ടിട്ടുണ്ടോ? ഖബറിന്റെ അകത്തുള്ള ഹിസാബുകൾ കണ്ടിട്ടുണ്ടോ? ഖബർ പുറമേ കണ്ടതല്ലാതെ ഖബറിനകത്തുള്ള ഹിസാബ് കേട്ടിട്ടുണ്ടോ? മഹ്ശറ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. ആര് മുഖേന? ആലിമീങ്ങൾ മുഖേന, ഖുർആൻ മുഖേന, ഹദീസുകൾ മുഖേന, പ്രവാചകരുടെ അധ്യാപനങ്ങൾ, സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അഇമ്മത്തുകളും ഉലമാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നമ്മൾ വിശ്വസിച്ചു പോരുന്നു. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നു, അവനാണ് മുത്തഖി. അങ്ങനെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ആരാണ് മുത്തഖി? ആരാണ് തഖ്വ വെച്ച് ജീവിക്കുന്നവൻ? ഖുർആൻ ഉറപ്പെടുത്തുകയാ. നമസ്കരിക്കുന്നവൻ എന്നല്ല ആദ്യമായ ഖുർആൻ പറഞ്ഞത്, സകാത്ത് കൊടുക്കുന്നവനെന്നുമല്ല ഖുർആൻ ആദ്യമായി പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുത്തഖി. അല്ലാഹുവിനെ തഖ്വ വെച്ച് ജീവിക്കുന്നവനെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടായിട്ടുണ്ട്, വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹു ഈമാൻ സ്ഥിരപ്പെടുത്തി തരട്ടെ. ആമീൻ പറയ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, ഉമ്മത്തിനെ പറഞ്ഞു കൊടുക്കണേ, അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥന ഇല്ലാതെ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് പറയണേ. നിങ്ങളെ എന്റെ റബ്ബ് പരിഗണിക്കുകയില്ല, ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ. അതുകൊണ്ട് ശരിക്കും ആമീൻ പറഞ്ഞോ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ഘട്ട ജീവിതം ഇതാണ്. ഏത്? ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ആലമുദ്ദുന്യ, ഇഹലോക ജീവിതം. ഇത് രണ്ടാമത്തെ ഘട്ട ജീവിതമാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, ആത്മാക്കൾ മാത്രമായിരുന്നു. അവിടെ അള്ളാഹു നമ്മളോട് കരാറ് ചെയ്തു, അള്ളാഹുവിനെ അനുസരിക്കണം, ജീവിക്കണം. അള്ളാഹുവാണ് റബ്ബ്, അംഗീകരിച്ചു. അങ്ങനെ നമ്മൾ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതാകുന്ന ആളുകളാണോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു നമ്മളെ ഈ ദുന്യാവിലേക്ക് പറഞ്ഞു വിട്ടു. ഈ ദുന്യാവിനെ കുറിച്ച് നബിതങ്ങൾ എന്നിട്ട് പറഞ്ഞു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം നന്മ ചെയ്യണം.
ഇവിടെ നിസ്കരിക്കണം, ഇവിടെ നോമ്പ് നോൽക്കണം, ഇവിടെ സക്കാത്ത് കൊടുക്കണം, ഇവിടെ ഹജ്ജ് ചെയ്യണം, ഇവിടെ പാവപ്പെട്ടവരുടെ കണ്ണീര് വെക്കണം, ഇവിടെ പള്ളിക്കും മദ്രസയ്ക്കും ദീനിനും ദീനിന്റെ സഹായത്തിനും ഒക്കെ ആയിട്ട് നിങ്ങൾ നിലകൊള്ളണം. ഇവിടെ അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കണം. ഇവിടെ സമൂഹത്തോടും സമുദായത്തോടും കടപ്പാടുണ്ട്, അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നിലകൊള്ളണം. മക്കളെ ശ്രദ്ധിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം, ഭാര്യ ഭർത്താവിനോടുള്ള കടമ പാലിക്കണം, ഭർത്താവ് ഭാര്യയോടുള്ള കടമ പാലിക്കണം, മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കണം, മക്കൾ മാതാപിതാക്കളെ ഗൗനിക്കണം. ഇങ്ങനെ ഒരുപാട് കടമകളും കർത്തവ്യങ്ങളുമായി ഈ ദുന്യാവിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അപ്പോൾ മനസ്സിലായി ഇനി ഒരു ജീവിതം കൂടി ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ? ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ത്? ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനി കടക്കുകയാണ് ജീവിതം എന്ന് മനസ്സിലായി. ഇനിയാണ് ജീവിതം. ഇനി അടുത്ത ഘട്ടം ഏതാണ്? ആലമുൽ ബർസഖാണ്. ഖബർ എന്ന ഭയാനകമായ ലോകമാണ്. രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാമത്തെ ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം, അതാണ് ഖബർ. ഭൂമിക്കടിയിൽ അതൊരു ലോകമാണ്. മണ്ണിനടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണിയുടെ ഉപരിതലത്തിൽ നമ്മൾ നിലകൊള്ളുന്നത് പോലെ മണ്ണിനടിയിലും മറ്റൊരു ലോകമുണ്ട്, മനസ്സിലാകണം. അതൊരു ലോകം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഘട്ടം, നാലാമത്തെ ഘട്ടം ആലമുൽ ഹശ്റാണ്, മഹ്ശറയാണ്. ആലമുൽ ഹശ്ർ എന്നാണ് അതിന് പറയുക, മഹ്ശറയുടെ ഘട്ടം. അഥവാ മൂന്നാം ഘട്ട ജീവിതമാകുന്ന ഖബറിൽ നിന്ന് പിന്നീട് വിചാരണയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോവുകയാണ്, അള്ളാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുവരും. നമ്മളെ മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ മാത്രം, നന്ദാവര ജമാഅത്തിൽപ്പെട്ടവരെ മാത്രമല്ലല്ലോ, കർണാടക സ്റ്റേറ്റിലുള്ളവരെ മാത്രമല്ല, കേരളവും ലോകവും തമിഴ്നാടും എല്ലാ കൗമിനെ ഒരുമിച്ച് കൂട്ടുക. ഇന്നുള്ളവരും കഴിഞ്ഞവരും വരാനിരിക്കുന്ന ജനസഹസ്രങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള വിചാരണ. ആലമുൽ ഹശ്ർ, മഹ്ശറ വൻസബ. അത് അഞ്ചാം ഘട്ട ജീവിതമാണ്, നാലാം ഘട്ട ജീവിതമാണ്. ആ നാലാം ഘട്ട ജീവിതത്തിൽ നിന്നാണ് കടഞ്ഞെടുക്കുന്നത്. അവിടുന്ന് പിന്നീട് അഞ്ചാം ഘട്ടത്തിലേക്ക് പോകും. അൽ ജന്നത്തു അവിന്നാർ. ഇപ്പോൾ വസിക്കുന്നതാകുന്ന ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ നിസ്കരിച്ചവൻ, നോമ്പ് നോറ്റവൻ, സക്കാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരപ്പിയവൻ, തനിക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ദീനി സ്ഥാപനങ്ങളെയും ഒക്കെ സഹായികളായി വർത്തിച്ചവർ, അവർക്ക് അൽ ജന്ന, പരിശുദ്ധമായ സ്വർഗം അല്ലാഹു നൽകിക്കൊണ്ടുള്ള ജീവിതം, ശാശ്വതമായ ജീവിതമാണിത്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയെക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. പഴയ കാലഘട്ടത്തിൽ ഒരു 35 കൊല്ലം മുമ്പ് നമ്മുടെ കർണാടക ഭാഗങ്ങളിലെല്ലാം പ്രഭാഷണം നടത്തിയിരുന്ന മഹാനുഭാവൻ. അള്ളാഹുവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ നൽമവാഹിബുൽ ജലിയയിലൂടെ പാടി നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിന്റെ മനോഹാരിത. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കഴിയാൻ തൗഫീക്ക് നൽകട്ടെ.
ആ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വെറുതെ കയറി കടക്കാൻ പറ്റൂല. ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ ലോകത്ത് പണിയെടുക്കണം. അതാണ് നബിതങ്ങൾ പറഞ്ഞത്, ദുന്യാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ആഖിറം എന്ന് പറഞ്ഞാൽ ഖബർ ആഖിറമാണ്, മഹ്ശർ ആഖിറമാണ്, സ്വർഗം ആഖിറമാണ്. അവിടം വരെ എത്തണം. അതെത്തണമെങ്കിൽ ഇവിടെ പണിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെയാ ജോലി എടുക്കേണ്ടത്. ഇവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇവിടെ വെറുതെ ഇരുന്നാലോ അന്നാർ, അവസാനഘട്ട ജീവിതം എന്ന് പറയുന്നത് കത്തിച്ചരിക്കുന്ന നരകമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കുകയാണ്. ഊഖിദന്നാർ വൽ ഫസനാ. സഹാബ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷം നിരന്തരമായി അല്ലാഹു കത്തിച്ചു അത്രേ. ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അത്രേ. ആ നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സോദരാ, പഠിച്ചു വെക്കണേ പെങ്ങളെ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 100 ദിവസമല്ല, 1000 വർഷമാണ്, 1000 കൊല്ലമാണ്, 1000 സംവത്സരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിക്കുന്നത്. നരകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു ശ്രദ്ധിക്കുകയാണ്. 1000 വർഷത്തോളം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തൊടുത്തു അത്രേ. നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സാബ. നല്ലതുപോലെ ചുവന്നിരുന്നതായ നരകം വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് 2000 വർഷമായപ്പോ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സാബ. അതിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ നരകത്തിന്റെ നിറം മാറ്റപ്പെടുകയാണ്. നിർത്തുന്നില്ല അല്ലാഹു. നരകത്തെ വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. കറുകറുത്തതായ നരകമാണ് സാബ. ഇരുൾ മൂടപ്പെട്ടതായ നരകമാണ് സാബ. വഹിയ സൗദാഉൻ മുള്ളിമാ. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന, ആര് കണ്ടാലും മറക്കുന്ന, വെളുപ്പിടപ്പാക്കുന്ന വല്ലാത്ത കോലമാണ്, രൂപമാണ്, ഭാവമാണ് നരകത്തിനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആ നരകത്തിലെങ്ങാണം കടന്നാൽ നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഈ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ കളിച്ചും രസിച്ചും രമിച്ചും പന്ത് കളിച്ചും ക്രിക്കറ്റ് കളിച്ചും സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടും പാതിരാത്രി സമയങ്ങളിൽ അശ്ലീലതകൾ കണ്ടുകൊണ്ടും WWE അടിച്ചുകൊണ്ട് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടും രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ, കാമുകനോടൊപ്പം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സംഭാഷണം നടത്തുന്ന മുസ്ലിം അംഗമാരെ, പെങ്ങൾമാരെ, പഠിച്ചു വെക്കണേ. നരകമിതാ നിന്നെ കാത്തിരിക്കുകയാണ്. നരകമിതാ നിന്നെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ ആരോടോ കളിച്ചും രസിച്ചും രമിച്ചും നിലകൊണ്ടത്, നമസ്കാരങ്ങൾ ചിട്ടവെക്കാതെ, നോമ്പുകൾ നോച്ചു വീട്ടാതെ, സകാത്തുകൾ കൊടുത്തു വീട്ടാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബരക്ക് അവലംബമാകാതെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാരോ, സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാരോ, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊണ്ടവരാരോ, റിയാലിറ്റി ഷോകളിൽ മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ആർദ്ദനഗ്രരായിട്ട് ഡിസ്കോ ബ്രേക്കുകൾ കളിച്ചുകൊണ്ട് മക്കളെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പറഞ്ഞു വിട്ടവരാരുണ്ട്. തീർച്ചയായും നരകം അവരെ പ്രതീക്ഷിക്കുന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ കളിച്ചു നടക്കുന്നവർക്കുള്ളതാ നരകം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തിനാ ഈ ദുനിയാവ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചതിന്റെ പരമമായ ലക്ഷ്യം അല്ലാഹ് പറയുന്നു. എന്താണ്? ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കലാണ്.
ഈ ദുന്യാവിൽ എന്താ നമ്മുടെ പണി? അള്ളാഹെ ആരാധിക്കണം. അങ്ങനത്തെ ഒരു മുസ്ലിം കള്ളുകുടിച്ചുകൊണ്ട് എങ്ങനെ നടക്കും? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വിട്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നമസ്കരിക്കാതെ നിലകൊള്ളുന്ന പെങ്ങളെ, നീ എങ്ങനെ പടച്ചറപ്പ് നിനക്ക് വാഗ്ദാനം നൽകിയതാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും? സാധിക്കൂല. അതുകൊണ്ട് തൗബ ചെയ്ത് നിലകൊള്ളിൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല മാസത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ശഅബാനാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ശഅബാൻ എന്റെ മാസമാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാനിലാണ് സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന ആയത്ത് ഇറക്കപ്പെട്ടതാകുന്ന പവിത്രമായ മാസം. പരിശുദ്ധമായ കഅബത്തുൽ മുശറഫ ഖിബിലയാക്കിക്കൊണ്ട് മുത്തുനബിക്ക് സന്തോഷം പകർന്നു നൽകിയതാകുന്ന മാസം. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് തന്നെ നബിക്ക് വളരെയേറെ ഹൃദയസ്പാർക്കായ മാസമാണിത്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു വശഅബാനു ശഹരി, പരിശുദ്ധമായ റജബ് അള്ളാഹുവിന്റെ മാസം, ശഅബാൻ എന്റെ മാസം, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസം. കാരണം ഉമ്മത്തിന് അനുഗ്രഹീതമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസം. അതുകൊണ്ട് തന്നെ റജബിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി നിലകൊണ്ട മുസ്ലിം ശഅബാൻ വരുമ്പോ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടതായ മാസമായതുകൊണ്ട് തന്നെ സ്വലാത്ത് അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എത്രമേൽ സ്വലാത്ത് ഇല്ലെന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്വലാത്തിന്റെ ഹക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചെല്ലണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 10 പോരാ, 100 ചൊല്ലിയാൽ പോരാ. 300 സ്വലാത്ത് കറക്റ്റായിട്ട് ഡെയിലി ചെയ്തു പോകണം. അത് നിത്യമാക്കിക്കോ. അതിന് വലിയ ഖൈറുണ്ടാകും. റിസ്ക് വിശാലമാകും. ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും. നന്ദാവരം നമ്മുടെ പരിസരങ്ങളിലൊക്കെ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരൊന്നും അല്ല, പാവപ്പെട്ടവരാണ് അഖിലവും. പക്ഷെ ദീനിനോടും ദീനിന്റെ അഖിലുകാരോടും വലിയ മഹബത്തും സ്നേഹവും വെച്ച് പുലർത്തുന്നവരാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഫുഖറാക്കളാണ്, പാവപ്പെട്ടവരാണ്. എന്ത് ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞാലും മുൻപന്തിയിൽ നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കൻ. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണല് നിങ്ങൾക്കുണ്ടാകും. അവിടുത്തെ കാവലുണ്ടാകും, അവിടുത്തെ ശഫാഅത്ത് ഉണ്ടാകും. അതുകൊണ്ടേ രക്ഷയുള്ളൂ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഇല്ലാ على شرار الخلق ولا تقوم الساعة على أحد يقول الله 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഈ ലോകത്തിന് സംജാതമാകും. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുഹയ്യിദ്ദീൻ റാത്തീബുകൾ പാരായണം ചെയ്യുന്നവരല്ലേ, അതിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ ഈ ലോകത്ത് നിന്ന് എന്ന് തുടച്ചു നീക്കപ്പെടുന്നു. റബ്ബിന്റെ നാമം എന്ന് വിളിക്കപ്പെടാതിരിക്കുന്നുവോ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന ബാങ്കുലികൾക്ക് എന്ന് അസ്തമാനം കുറിക്കപ്പെടുന്നു, അന്ന് തീർച്ചയായും ഈ ലോകത്തിന്റെ അവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അല്ലാഹ് എന്ന് പറയുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയ ഘട്ടം. കൊറോണ എന്ന മഹാമാരി ലോകരെ മുഴുവനും പിടിച്ചു കുലുക്കിയപ്പോഴും നമ്മൾ അല്ലാഹ് വിളിക്കുന്നത് കുറവായി പോയി. സൃഷ്ടികൾ തമ്മിൽ പരസ്പരം വിഷമങ്ങൾ പങ്കെടുക്കുന്നു.
സൃഷ്ടാവായ നാഥനായ റബ്ബിനോട് പറയാൻ മടിക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. വിഷമങ്ങളൊക്കെ സഹോദരനോട് പറയും, വാട്സാപ്പിൽ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യും, സഹോദരിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും, ബന്ധുക്കൾ തമ്മിൽ ചാറ്റിങ്ങുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് ഈ വിഷയം ഒന്ന് പറയാൻ ഇന്നത്തെ ഉമ്മത്ത് തയ്യാറാകുന്നില്ല. പടച്ച റബ്ബിനോട് അള്ളാഹുവേ ഈ വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് ദുആയിരുന്ന എത്ര മോമിനീങ്ങളുണ്ട്? ആരെങ്കിലും ദുആയിരുന്നോ? ഈ മഹാമാരി ഒന്ന് മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്ത എത്ര മോമിനീങ്ങളുണ്ട്? വളരെ കുറവാണ്. മോമിനീങ്ങളിൽ ഈമാൻ കുറഞ്ഞുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ലതത്തബിയന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമൂഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ മുൻഗാമികളുടെ ചര്യ പരിപൂർണമായി പിൻപറ്റുന്ന ഘട്ടം വരും. റസൂലുള്ളാഹി സ്വഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇനി ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് കടന്നു വരും. ലതത്തബിയന്ന സുനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദറാഇൻ. മുൻഗാമികൾ പാശ്ചാത്യർ കൊണ്ടുവച്ചതാകുന്ന ശൈലികൾ അതേപോലെ അവലംബിക്കുന്ന ആളുകൾ എന്റെ ഉമ്മത്തിലുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ. ഒരു ഉടുമ്പിന്റെ മാളം, വളരെ ചെറിയ ദ്വാരമാണ്, അതിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചത് കണ്ടു കഴിയുമ്പോ എന്റെ ഉമ്മത്തും അതിലൂടെ കടക്കാൻ പരിശ്രമിക്കും. അഥവാ അതിലൂടെ കടക്കാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു നോക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉടുമ്പിന്റെ മാളം വളരെ ചെറിയ ദ്വാരമാണ്, അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് മുൻഗാമികൾ പ്രവേശിക്കുന്നത് കാണുമ്പോ അതേപോലെ പ്രവേശിക്കാൻ എന്റെ ഉമ്മത്ത് നോക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, ഈ മുൻഗാമികളോടൊപ്പം മുൻഗാമികളെ പിന്തുടരും നമ്മുടെ ഉമ്മത്തെന്ന് പറഞ്ഞത് ജൂതന്മാരെയും നസ്രാനികളെയും ചേർത്തിട്ടാണോ? അവരുടെ പ്രവർത്തനങ്ങൾ ഉമ്മത്ത് എടുക്കുമെന്നാണോ പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഫമൻ, അവരല്ലാതെ ആരാൻ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ആകുന്ന ആഘോഷങ്ങളൊക്കെ ഈ ഉമ്മത്ത് കൊണ്ടുവരും, അവരുടെ ആഘോഷങ്ങളായി ചേർത്ത് നിർത്തും. ഇന്ന് മുസ്ലിമിന് ആഘോഷിക്കാൻ 2 ആഘോഷങ്ങൾ, ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും അള്ളാഹുവിന്റെ റസൂൽ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ആഘോഷങ്ങൾക്കപ്പുറം ജീവിതം മുഴുവനും ആഘോഷത്താകാൻ, ബിശാറത്ത് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യൻ ഇങ്ങനെ പരിശ്രമിക്കും. അവന്റെ മകന്റെ ബർത്ത്ഡേ, മകളുടേതാകുന്ന ബർത്ത്ഡേ, വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ സുദിനങ്ങൾ വന്നടഞ്ഞു, അതിന്റെ വാർഷികം വന്നടഞ്ഞു, അതൊരാഘോഷം. കേക്ക് മുറിക്കുന്നു, ചടങ്ങുണ്ടാക്കുന്നു, 4 ആളെ കൂട്ടുന്നു, എല്ലാം ആഘോഷമാക്കി മാറ്റാൻ. കല്യാണം തീയതി കുറിച്ചതേ ഉള്ളൂ, അവിടെ മുതൽ കല്യാണം നടന്നു കഴിഞ്ഞും കുട്ടിയുടേതാകുന്ന പ്രസവം തുടങ്ങിയതൊക്കെ ആഘോഷം. മുസ്ലിമിന് എപ്പോഴും സന്തോഷം മതി, അതിനുവേണ്ടി തന്നെ നിലകൊള്ളും, ലക്ഷങ്ങൾ പൊടിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. 2 ആഘോഷങ്ങളാണ് ഈ ഉമ്മത്തിനുള്ളത്, ഒന്ന് ബലിപെരുന്നാൾ, മറ്റൊന്ന് ചെറിയ പെരുന്നാൾ. ഈദുൽ അദ്ഹ വ ഈദുൽ ഫിത്ർ. അത് തന്നെ ആഘോഷിക്കുമ്പോൾ അതിൽ ലംഘനം നടത്താൻ പാടില്ല, പരിപൂർണമായി ഇസ്ലാമികപരമായിട്ടുള്ള ആഘോഷമായിരിക്കണം. ആഘോഷിക്കുന്ന വേളയിലുള്ള നിസ്കാരങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. പെരുന്നാളിന്റെ സുദിനങ്ങളിലുള്ളതാകുന്ന ളുഹുറും അസ്റും മഗ്രിബ് ഇശാഉം ഒന്നും കളാകാൻ പാടില്ല. കുടുംബ ബന്ധം ശാക്തീകരിച്ചുകൊണ്ടാകണം, അയൽപക്ക ബന്ധങ്ങൾ കൂടുതലായി മാറ്റുരയ്ക്കുന്നതാകണം. മുതിർന്നവരെ പോയി കാണുകയും അവരുടേതാകുന്ന ആശീർവാദം തേടുകയും വേണം. കുട്ടികളോട് കരുണ കാണിക്കുകയും അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്ത് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണം. നല്ല ഭക്ഷണം വെച്ച് കുടുംബത്തോടൊപ്പം സ്നേഹബന്ധം പുതുക്കിക്കൊണ്ട് നിലകൊള്ളണം. പ്രായം ചെന്നതാകുന്ന മാതാപിതാക്കളുണ്ട് വീട്ടിൽ, അവരെ പ്രത്യേകമായി പരിഗണിക്കണം, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പരിശ്രമിക്കണം. അവരാരോഗ്യപരമായിട്ട് ക്ഷയിച്ചവരാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധ അവലംബിക്കണം. നല്ല വസ്ത്രം അവർക്കും വാങ്ങിച്ചു കൊടുക്കണം, നീയും നല്ല പുതുവസ്ത്രം ധരിക്കണം. ഇങ്ങനെയൊക്കെ പെരുന്നാൾ ആഘോഷിക്കണം. ആഘോഷത്തിന്റെ പൊലിമ അങ്ങനെയാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്. നന്മയിലാർന്ന ആഘോഷങ്ങൾ. നമ്മളിൽ എത്ര പേര് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം മുഴുവനും ആഘോഷമാണ്. എപ്പോഴും തിന്നുക, കുടിക്കുക, ദുർവ്യയം നടത്തുക, അതാണ് നമ്മുടെ അവസ്ഥ. ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നു, അവസാനം കൊണ്ടുപോയി കുഴിച്ചിടുന്നു. ഒരു കല്യാണത്തിന്റെ മാമാങ്കത്തിന് ഒരുമിച്ച് കൂടുന്നവരൊക്കെ വിവിധ ഡ്രസ് കോഡുകളാണ്. പുരുഷന്മാർക്കൊരു ഡ്രസ്സ്, സ്ത്രീകൾക്കൊരു ഡ്രസ്സ്, എല്ലാവർക്കും ഒരേ മോഡൽ, ഒരേ കളർ ഡ്രസ്സ്.
എന്തൊരു ദൂർത്താണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് ആരെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? നീ ഇത് കഴിഞ്ഞ ദിവസം മറ്റേ കല്യാണത്തിന് ഇട്ടുകൊണ്ട് വന്നില്ലെന്ന് ചോദിക്കൂലേ? ഡ്രസ് കോഡുകളാണ് എല്ലാവരും. അത് ഒരു ദിവസത്തേക്കല്ല, എല്ലാ ദിവസവും. മൈലാഞ്ചി കല്യാണം, തലേ ദിവസത്തെ പരിപാടി, മഞ്ഞ കല്യാണം, എത്ര കല്യാണങ്ങളാണ്, എത്ര വിവിധ പരിപാടികളാണ്.